പുറത്തു മാത്രമല്ല ആശുപത്രി കെട്ടിടത്തിന് അകത്തും മഴ പെയ്യും. കപ്പൂർ പഞ്ചായത്തിലെ കുമരനെല്ലൂർ സർക്കാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഇരു കെട്ടിടങ്ങളും മഴയിൽ ചോർന്നൊലിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ദുരിതത്തിലായി രോഗികളും ആശുപത്രി ജീവനക്കാരും. കെട്ടിടം അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്താൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. കാലപ്പഴക്കം ചെന്ന കുമരനെല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഇരു കെട്ടിടങ്ങളും വർഷങ്ങളായി തകർച്ചയുടെ വക്കിലാണെന്ന വാർത്ത ദിവസങ്ങൾക്ക് മുൻപ് NCV ചാനൽ പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ കോൺക്രീറ്റ് കെട്ടിടവും ഓടുമേഞ്ഞ കെട്ടിടത്തിലും വെള്ളം ചോർന്നൊലിച്ചു. ഇതോടെ ഏറെ ദുരിതമാണ് ആശുപത്രി ജീവനക്കാർക്കും രോഗികൾക്കും നേരിടേണ്ടി വന്നത്. കെട്ടിടത്തിലെ കോൺക്രീറ്റ് ഭാഗങ്ങൾ അടർന്നു പോയിട്ടുണ്ട്. ഓടുമേഞ്ഞ പട്ടികയെല്ലാം ചിതലരിച്ച് ഏതു നിമിഷവും നിലം പതിക്കാമെന്ന അവസ്ഥയിലാണ്. ആശുപത്രിയുടെ ദുരവസ്ഥയ്ക്ക് അടിയന്തര നടപടികൾ വേണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികൾ മുൻകാലങ്ങളിൽ ഉയർന്നു വന്നെങ്കിലും സമയബന്ധിതമായി പൂർത്തിയാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞില്ലെന്ന വിമർശനവും ഉയർന്നു വന്നു. കുറച്ച് വർഷങ്ങളായിട്ട് ഇത് വളരെ ശോചനീയമായ അവസ്ഥയിലാണുള്ളത്. പക്ഷേ വേണ്ടത്ര രീതിയിൽ ഭരണസമിതി ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള അവസ്ഥയിൽ എത്തിച്ചേർന്നത്. ഇന്ന് രോഗികൾ കടന്നു വരുമ്പോൾ വളരെ ഭീതിയോടെയാണ് ഈ ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുന്നത്. കാരണം ഈ ഇത് ഓടിട്ടൊരു കെട്ടിടമാണ്. ഓട് താങ്ങി നിർത്തുന്ന പട്ടിക ഒക്കെ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും ചെതലരിച്ച അവസ്ഥയിലാണുള്ളത്. ഇതിൻ്റെ അപ്പുറത്ത് ഒരു ടെറസ് ബിൽഡിംഗ് ഉണ്ട്. അതും ചോർച്ചയിലാണ്. ആ ചോർച്ചയുള്ള കെട്ടിടത്തിന് ഗ്രാമപഞ്ചായത്ത് 4 ലക്ഷം രൂപ പദ്ധതി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അത് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ ഇതുവരെയായിട്ട് സാധിച്ചിട്ടില്ല. അതിൻ്റെ ടെൻഡർ നടപടികളോ കരാറുകാരൻ എടുക്കുന്നതോ അതുമായി ബന്ധപ്പെട്ട ഒരു മറ്റു കാര്യങ്ങളും ഒന്നും നടന്നിട്ടില്ല. അപകടാവസ്ഥ മുന്നിൽ കണ്ട് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. യോഗ തീരുമാനപ്രകാരം ആശുപത്രി കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണി നടത്താൻ അടിയന്തര ഫണ്ട് അനുവദിച്ചതായും ഉടൻ നിർമ്മാണം ആരംഭിക്കുമെന്നും കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ പ്രതികരിച്ചു. കുമരനെല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അടിയന്തരമായിട്ട് ഇന്ന് HMC ചേർന്നിരുന്നു. HMCയുടെ തീരുമാനപ്രകാരം 2 ബിൽഡിങ്ങും ഇവിടെ ശോചനീയാവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഒരു ബിൽഡിങ് 3,38,000 രൂപയുടെ ടെൻഡറിലേക്ക് പോയിട്ടുണ്ട്. ഏകദേശം ഈ മാസം ജൂൺ മാസത്തോ അതിൻ്റെ ടെൻഡർ ലഭിക്കുന്ന മുറക്ക് അതിൻ്റെ മെയിൻ്റനൻസ് പ്രവർത്തനം നടത്തും. തൊട്ട് ഇപ്പോൾ OP പ്രവർത്തിക്കുന്ന ബിൽഡിങ് വളരെ അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്താൻ വേണ്ടിയിട്ടാണ് HMC യോഗം തീരുമാനിച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് ഇന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് തൽക്കാലമായിട്ട് ഒരു അപകടാവസ്ഥയിലുള്ള ഭാഗങ്ങൾ മാറ്റി അവിടെ താൽക്കാലികമായി പ്രവർത്തിക്കുന്ന രീതിയിൽ ഉള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതേസമയം മഴ കനത്തു പെയ്യുന്ന സാഹചര്യത്തിൽ താൽക്കാലികമായ അറ്റകുറ്റപ്പണികൾ ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ ദുരിതം ഇരട്ടിയാകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ഫണ്ടിൽ നിന്ന് 1,43 ലക്ഷം രൂപ ചിലവിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നുണ്ടെന്നും കെട്ടിട നിർമ്മാണം പൂർത്തിയാകുന്നതോടെ നിലവിലെ പ്രതിസന്ധിക്ക് പൂർണ്ണ പരിഹാരമാകുമെന്നും അധികൃതർ പറഞ്ഞു. NCV ന്യൂസ് തൃത്താല. 1000 വിവാഹങ്ങൾക്ക് ഒരേയൊരു ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.